പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഇന്ന് സുവർണമൊഴികൾ വ്യാഖ്യാനം ചെയ്യുന്നത് സാനിയ ലിവിൻ. വിളവെടുപ്പ് കാലം അല്ലെങ്കിൽ വേനൽക്കാലം എന്നർത്ഥമാകുന്ന കൈത്താകാലത്തിന്റെ 2-ാം ഞായറാണിന്ന്. നമുക്കേറെ സുപരിചിതമായ സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ 15-ാം അധ്യായം, മുന്തിരിച്ചെടിയും ശാഖകളും. മറ്റൊരു വിളവെടുപ്പ് കാലത്തിലൂടെ ദൈവമനുഷ്യബന്ധത്തിന്റെ മനോഹരമായ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഈശോ തന്നെ മുന്തിരിച്ചെടിയായും പിതാവായ ദൈവത്തെ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനും കൃഷിക്കാരനായും നമ്മെ ശാഖകളുമായും സൂചിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിന്റെ അനുഗ്രഹത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലും ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ ഈശോയാണ് നമ്മുടെയെല്ലാം കേന്ദ്രബിന്ദു. മുന്തിരിച്ചെടിയുടെ പ്രധാന ശാഖ, അതിൽ നിന്നും പുറപ്പെടുന്ന ചെറുശാഖകളും വള്ളികളുമാണ് നാം. നന്മയാകുന്ന മുന്തിരി എന്ന ഫലം പുറപ്പെടുവിക്കേണ്ടവർ. അങ്ങനെ ഈശോയും നാമും കൂടിച്ചേർന്ന മുന്തിരിച്ചെടി. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല എന്ന വചനം പറഞ്ഞു വെക്കുന്നു. ഇവിടെ വസിക്കുക എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പാർക്കുക, നിലനിൽക്കുക, തുടർന്നും ചേർന്നിരിക്കുക എന്നതാണ്. അതായത് യേശുവുമായുള്ള സ്ഥിരമായ ബന്ധത്തിൽ ജീവിക്കുക. സ്റ്റേ കണക്റ്റഡ് വിത്ത് ജീസസ് ഓർ സ്റ്റേ ട്യൂൺഡ്. ദിവസേനയുള്ള പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ ആരാധന, കൂദാശകളിലെ സജീവമായ പങ്കുചേരൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു. തായ്തണ്ടിൽ നിന്നും ശാഖകൾ വെള്ളവും ജീവരസങ്ങളും വലിച്ചെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്നു. തായ്തണ്ടും ശാഖയും എത്രയേറെ ചേർന്നിരിക്കുന്നു, അത്രയേറെ നമ്മളും ഈശോയോട് അടുത്തിരിക്കുന്നു. അവിടുത്തെ സ്നേഹവും കരുണയും അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ഉയർന്ന പഠിപ്പും ജോലിയും ഉണ്ടാകാം, നിങ്ങൾക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടാവാം, സമ്പന്നനായിരിക്കാം. പക്ഷേ ഈശോയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ നിങ്ങൾ വൈദ്യുതി ഇല്ലാത്ത ബൾബ് പോലെയാണ്. എത്ര വിലയേറിയതും ആഡംബരമുള്ളതുമായാലും അത് പ്രകാശിക്കണമെങ്കിൽ വൈദ്യുതി ഇല്ലാതെ അതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നില്ല. വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. തായ്തണ്ടുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയോ കേടുപാട് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ശാഖകൾ വാടുകയും ഉണങ്ങുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈശോയിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് നരകാഗ്നിയാണ് ശിക്ഷ എന്ന താക്കീതും നൽകുന്നു. അത്തരം കമ്പുകളെ തീയിലിട്ട് കത്തിച്ചു കളയുമെന്ന് അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു. ഇനി ഫലം നൽകാത്ത ശാഖകളെ വെറുതെ അങ്ങ് കത്തിച്ചു കളയാൻ ഈ കൃഷിക്കാരൻ തയ്യാറല്ല കേട്ടോ. അതാണ് വെട്ടിയൊരുക്കൽ, പ്രൂണിംഗ്. നാം പുഷ്പിക്കാനും കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനും സഹനമാകുന്ന വെട്ടിയൊരുക്കൽ പിതാവ് നടത്തും. വിഷമങ്ങളും സഹനങ്ങളും അവിടുന്ന് നമ്മെ ഒരുക്കുകയാണെന്ന് നാം തിരിച്ചറിയണം. തായ്തണ്ടു മാത്രമല്ല, മറിച്ച് ചെടി മുഴുവനും വേദന അനുഭവിക്കുന്ന പോലെ നമ്മോടൊപ്പം ഈശോയും വേദനിക്കുന്നുണ്ട്. സഹനമില്ലാതെ കൃപയില്ലെന്നതാണ് വാസ്തവം. ഇതൊന്നും ശിക്ഷയല്ല, മറിച്ച് രക്ഷയിലേക്കുള്ള ചുവടുകളാണ്. ഭൂമിയെ മുറിപ്പെടുത്തി ചാലുകൾ കീറി വെള്ളം ഒഴുകുന്നതും ഒരു മുളം തണ്ട് തുറന്ന് ചെറിയ ദ്വാരമിടുമ്പോൾ മധുരമായി നാദം വരുന്നതും ഒരു ചെറിയ മരകഷ്ണം കൊത്തിമിനുക്കി ശില്പമായി മാറുന്നതുമെല്ലാം സഹനങ്ങൾക്ക് പുറകിലെ ഓരോ മനോഹാരിതകളാണ്. അതുപോലെ നമ്മിൽ നിന്ന് കൂടുതൽ ഫലങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ലേഖന ഭാഗത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാരോട് 11-ാം അധ്യായത്തിൽ പറയുന്നത്, ഒലിവ് മരത്തിന്റെ ശാഖകൾ മുറിച്ചു മാറ്റി കാട്ടൊലിവിന്റെ ശാഖ ഒട്ടിക്കുന്നു. ഒലിവ് എന്നതിനെ യഹൂദരായും കാട്ടൊലിവിനെ വിജാതീയരും അക്രൈസ്തവരായും സൂചിപ്പിക്കുന്നു. വിശ്വാസം മൂലം ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരെ അവിടുന്ന് കൂടുതൽ ചേർത്ത് നിർത്തും. വിച്ഛേദിക്കപ്പെട്ടവരെ വീണ്ടും ഒട്ടിച്ചേർക്കാൻ ദൈവത്തിന് കഴിയുമെന്നും ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് ഈശോയെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം സ്വയം ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈശോയെ ഞായറാഴ്ചകളിൽ സന്ദർശിക്കുന്നതോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശനത്തിന് പോകുന്നതിനോ പറ്റിയോ അല്ല. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ നിരാശനാകുമ്പോൾ മാത്രമാണോ പ്രാർത്ഥിക്കാറ്? ഞാൻ വചനം പഠിക്കുന്നത് അവിടുത്തോടുള്ള സ്നേഹത്താലാണോ അതോ ബാധ്യതയായിട്ടാണോ? ഞാൻ ഈശോയോട് സംസാരിക്കാറുണ്ടോ അതോ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രഹസനം മാത്രമാണോ?
ഞാൻ ബലി അർപ്പിക്കുന്നുണ്ടോ അതോ കാഴ്ചക്കാരനാണോ? കൂദാശകൾ സ്വീകരിക്കാറുണ്ടോ അതോ എല്ലാം ഒരു ഒപ്പിക്കൽ മാത്രമാണോ? ദൈവം നൽകുന്ന കഷ്ടതകളെ സ്നേഹത്തോടെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ശക്തി സംഭരിച്ച് നമുക്ക് ജീവിക്കാം. പ്രാർത്ഥനയിലൂടെയും കൂദാശയിലൂടെയും ആത്മീയ ജീവിതം നയിച്ച് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോപ്പായി മാറാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും വേദനകളും ദൈവത്തിന്റെ വെട്ടിയൊരുക്കലാണെന്ന് മനസ്സിലാക്കി നല്ല മനുഷ്യരായി നന്മയാകുന്ന ഫലം ലോകമെങ്ങും നിറയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.